യുക്രൈനിൽ നിന്ന് ചില അപ്ഡേറ്റ്സ് വരുന്നു. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം രൂക്ഷമായി എന്ന വാർത്ത വരുന്നു. ജനവാസ മേഖലകളിലും ആശുപത്രികളും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടക്കുന്നതിനെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസമാണ് യുക്രൈനിലെ ഒരു ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തി. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാമത്. ഈ ഈ അതായത് തകർന്നടിഞ്ഞു പോയ ആശുപത്രി കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്. ഈ റഷ്യയുടെ മിസൈൽ അറ്റാക്കിന് ശേഷം ഇങ്ങനെയൊക്കെയായിരുന്നു ദൃശ്യങ്ങൾ. ഈ യുക്രൈൻ്റെ ക്യാപിറ്റലായ തലസ്ഥാനമായ കീവിലാണ് ഈ മിസൈൽ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ആശുപത്രിയിൽ നിന്ന് 94 കുട്ടികളെ രക്ഷപ്പെടുത്തിയെന്നും യുക്രൈനിൽ നിന്ന് വാർത്തകൾ വരുന്നു. ഇതിൽ 8 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 57 മുതിർന്നവരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ഈ അടുത്തിടെ യുക്രൈൻ സന്ദർശിച്ച കീവ് ഈ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുകയും എന്താണ് യുക്രൈനിൽ നടക്കുന്ന മിസൈൽ അറ്റാക്ക് എന്നുള്ളത് നേരിട്ട് അനുഭവിച്ച ബൈജു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ടെലിഫോണിലാണ് ബൈജു കൊട്ടാരക്കര ഉള്ളത്. ബൈജു, ഗുഡ് മോർണിംഗ്. ബൈജു, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ യുക്രൈനിൽ നിന്ന് ലഭിക്കുന്നത്? ഈ ഡോക്ടർ മേനോൻ നമ്മൾ അവിടെ നിന്ന് പലപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന അദ്ദേഹം സുരക്ഷിതനാണോ? ഡോക്ടർ മേനൻ സുരക്ഷിതനാണ്. പക്ഷേ കീവില് വളരെയധികം ശക്തമായ ആക്രമണങ്ങളാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനെയുമായും എല്ലാം നടന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ റഷ്യ സന്ദർശനം പോലും വളരെയധികം വിമർശനങ്ങളാണ് ഇപ്പോ യുക്രൈനിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിറ്റലി എന്ന് പറയുന്ന കീവിന്റെ മേയർ അദ്ദേഹം പറയുന്നത് അപ്പാരന്റ്ലി ചീപ്പ് ഓയിൽ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ അവർ ചിൽഡ്രൻ എന്നാണ് അദ്ദേഹം പോലും പറഞ്ഞത്. കാരണം ഞങ്ങളുടെ കുട്ടികൾ മരിച്ചു വീഴുന്ന അതേ സമയത്ത് തന്നെയാണ് അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയുടെ തലവനും അതേപോലെ ക്രിമിനൽസിന്റെ തലവനും തമ്മിൽ എംബാരസ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് യുക്രൈനിൽ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങളിലും ചാനലുകളിലും മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം രൂക്ഷമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഇന്ന് വെളുപ്പിനെ 2 മണിയോടുകൂടി ഉണ്ടായ ഒരു വ്യാവസായിക സമുച്ചയത്തിലുണ്ടായ ബോംബാക്രമണത്തിൽ, അതായത് കീവിലെ ക്രീവ്റിസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസിലെ ആക്രമണത്തിൽ ഏതാണ്ട് 6 പേർ മരിക്കുകയും 47 ആളോളം ഹോസ്പിറ്റലിലാവുകയും ചെയ്തു. അങ്ങനെ വളരെയധികം ശക്തമായ ആക്രമണങ്ങളാണ് കീവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളെക്കാട്ടിലും ഡൊണാസ്ക്, സപ്രോഷ, ഒഡേസ, ഖർക്കീവ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത്. ഏറ്റവും അവസാനം ആക്രമണം നടന്നത് ഖർക്കീവിലായിരുന്നു. ഖർക്കീവിന്റെ പല പ്രദേശങ്ങളും ഇപ്പോൾ റഷ്യയുടെ അധീനതയിലാണ്. നമ്മൾ അന്ന് പോയി ഷൂട്ട് ചെയ്ത പല സ്ഥലങ്ങളും ഇപ്പോ റഷ്യയുടെ അധീനതയിൽ അവരെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അവിടെയുള്ള വീടുകൾ അതെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള സിറ്റികളിൽ പലതും നാമാവിശേഷമായിരിക്കുന്നു. പട്ടാള ക്യാമ്പുകൾ പോലും അവർ ആക്രമിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് അവരെ ഇങ്ങനെ കീവിന്റെ അടുത്തേക്ക്, അതായത് ഖർക്കീവിന്റെ സിറ്റിക്ക് അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അവിടുന്ന് കിട്ടുന്ന വാർത്തകൾ. അതേ സമയത്ത് തന്നെയാണ് അതൊന്ന് സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് നേരെ കീവിലേക്കുള്ള ആക്രമണം അവർ കടുപ്പിച്ചിരിക്കുന്നത്. കീവിലാണെങ്കിൽ എയർ റെസിസ്റ്റൻസ് വളരെ വലുതായുള്ള ഒരു സ്ഥലമായിരുന്നു. ആ എയർ റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് പോലും കീവിൽ 40-ലധികം മിസൈലുകളാണ് 2 ദിവസത്തിന് മുമ്പ് അവിടെ വീഴുകയും ആശുപത്രിയിലെ 40-ലധികം കുട്ടികൾ മരിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് വീണ്ടും മിസൈൽ ആക്രമണം ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനെ 2 മണിക്കുമായിട്ട് അവിടെ നടക്കുന്നത്. താങ്ക് യു. ബൈജു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അടുത്തിടെ 24-ന് വേണ്ടി ബൈജു കൊട്ടാരക്കര യുക്രൈനിൽ ഉടനീളം യാത്ര ചെയ്തിരുന്നു. അതിരൂക്ഷമായ യുദ്ധത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ 24 സംപ്രേഷണം ചെയ്തിരുന്നു. ഏറ്റവും മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ബൈജുവിന് പകർത്താനായി.